ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേസ് ബ്ലോഗ്. ഇന്ന് വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് അടുക്കള ജോലി മൊത്തം എനിക്കായി ഗായ്സ്. അങ്ങനെയല്ല, ഉമ്മ പറഞ്ഞിനേന് പിന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തിന്നോന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്താക്കി, ചോറ് വെച്ചിട്ട് ഉമ്മ പോയേന്. പിന്നെ ഫുഡ് ആക്കുന്ന സമയമാകുമ്പോൾ അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് അതിനെ തിളപ്പിച്ചിട്ട് പിന്നെ വെള്ളം തൊയിട്ട് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇതാ കറി അങ്ങനെ ഉമ്മ പറഞ്ഞിനേന് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നു. അതും ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തു. പിന്നെ മുളകുണ്ട്, കുറച്ച് വറുത്തരച്ച മുളകുണ്ട്. പിന്നെ അത് തേയിലാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അരക്കാനിട്ടിട്ട്, കുറേ ഉണ്ടെങ്കിൽ ജാറിൽ പോകുന്നില്ല, മിക്സിയിൽ പോകുന്നില്ല, കല്ലിലിട്ടിട്ടാണ്. ഇപ്പോൾ കുറച്ചുണ്ടാക്കൊണ്ട് ഞാൻ വിചാരിച്ച് മിക്സിയിൽ അരച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ രാവിലത്തെ പണി എന്തില്ലേ, ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. രാവിലത്തെ പണിയില്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന പണിയില്ലേ, അത് ഞങ്ങൾക്ക് ഉണ്ടാക്കില്ല. ഞാൻ രാവിലെ നമുക്ക് ലേറ്റാന്ന് നിസ്കരിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങുന്നു പയ്യട്ടെ. ഞാൻ എണിക്കലില്ല. മദ്രസയിലേക്കും സ്കൂൾക്കും എൻ്റെ മോനെ അയക്കാനായിട്ടില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ഇപ്പോൾ ഉറങ്ങിയെങ്കിലല്ലേ അപ്പൊക്കെ ഉറങ്ങാൻ കഴിയാലോ, സ്കൂൾക്കും മദ്രസയൊക്കെ അയക്കുന്ന സമയത്ത്. അതിനെ തൊട്ട് ഞാൻ എന്താക്കുന്നു, ഇപ്പോൾ നിസ്കരിച്ചിട്ടായിട്ട് ഞാൻ കിടന്നിട്ട് ഉറങ്ങുന്നു. എന്നിട്ടൊരു 7:30-8 ആ സമയമാകുമ്പോഴേക്കെല്ലാം ഞാൻ എണിക്കൽ. അപ്പൊക്കെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടായിട്ടുണ്ടാകുന്നു. പിന്നെ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ എൻ്റെ പേരിലാണെങ്കിലില്ലേ, ഞാൻ അങ്ങനെ നിസ്കരിച്ച് കിടന്നിട്ട് ഉറങ്ങിയെങ്കിൽ പിന്നെ ഇതിനെക്കാട്ടും ലേറ്റാണ്. ഞാൻ 10 മണിയെല്ലാം ആകുന്ന സമയത്താണ് എനിക്ക് അത് ഉമ്മ വന്നിട്ട് വിളിക്കുന്നത്, ഫുഡാക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ എണിച്ചിട്ട് പോകുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേരലത്ത് ഉമ്മ എത്ര ലേറ്റായിട്ട് എണിച്ചെങ്കിലും എന്തെടുത്തില്ലെങ്കിലൊന്നും പറയലൊന്നുമില്ല. അങ്ങനത്തെ ഉമ്മല്ല. അതിനെ തൊട്ട് പിന്നെ പേടിക്കണ്ടല്ലോ. പിന്നെ ഇതെല്ലാം ഞാൻ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇടയിൽ ഞാൻ പേസ്റ്റ് ആക്കുന്ന യോറെല്ലാം കറക്കി കുത്തിയിട്ട് ഇടുന്നത്, ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നത്. എനിക്ക് ഇത് കണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയില്ല സമാധാനം കിട്ടുന്നില്ല. എനിക്ക് അതൊരു എളുപ്പപ്പണിയായിട്ട് തോന്നുന്നു പേസ്റ്റ് ആക്കുന്നുള്ളത്. പിന്നെ ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യോറും യൂസ് ആക്കുന്ന കറി വെക്കുന്ന സമയത്തെല്ലാം. പിന്നെ ഇതാ മുനി രാവിലത്തെ ചായ കുടിക്കാത്ത കണ്ട് പണിക്ക് പോയിട്ടുണ്ടായി. പിന്നെ മുനിയും ചെല്ലുங்கள் എൻ്റെ ഹസ്ബൻഡാവോ. പിന്നെ ഓൻ്റെ അനിയനും ഉണ്ടായി പണിക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട്. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചിട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ഇത് എഡിറ്റ് ആക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നുള്ളത് ചായ കൂട്ടുമ്പോൾക്ക് ചായൻ്റെ ഇതടിച്ചിട്ട് ക്യാമറ ബറായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇതാ കറി വെക്കാനായിട്ട് സ്റ്റാർട്ടായി. പിന്നെ എൻ്റെ മോനെ ചെറുതായിട്ടൊന്ന് മിസ്സായി. ഓന് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ അടുത്ത് ഓന് ഇടയ്ക്കിടയ്ക്ക് മരുന്ന്, അങ്ങനെ ഓനെ വിളിക്കുന്ന സൗണ്ടാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. പിന്നെ ഇതാ സൈക്കിളും കൊണ്ട് വരുന്നുണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞു രാത്രി എന്ത് പറഞ്ഞു എന്നോട്? എന്നോട് പറയാത്ത കണ്ട് പോണ്ടാൻ പറഞ്ഞിട്ടേന്ന് വേഗത്ത് പോണ്ടാലിട്ടേ എന്നോട് നിന്നോട് കേൾക്കുന്നേ. ഓനോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിനേന് എന്നോട് പറയാത്ത കണ്ട് പോണ്ട, തേടാൻ കഴിയുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞിനേന്. അപ്പോൾ ആയാലും ഒത്തിന്. ഇപ്പോൾ അങ്ങനെ പറയാത്ത കണ്ട് പോയതിനാണ് ഞാൻ പേടിപ്പിച്ചത് ഓനെ. പിന്നെ അത് ഉമ്മ ചോറ് വെച്ചിട്ട് പോയിന്, അതിനെ തിളപ്പിച്ചിട്ട് വറുത്താൽ മതി. പിന്നെ കറിയെല്ലാം അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത്രയെല്ലാം പാത്രം ഉണ്ട്, ഇനി ഞാൻ എന്താക്കുന്നത് പെട്ടെന്നൊന്ന് കയറ്റി വരുന്നത്. പിന്നെ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ് പിന്നെ ഇതാ കറിയും അവിടെ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വെക്കാലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുക്കർ വിസിലിട്ടിട്ടായിട്ട് നമ്മൾ അതിലേക്ക് വിസിലിടിപ്പിക്കണ്ടേ. അതിനെ തൊട്ട് ഞാനിങ്ങനെയാണ് വിസിലിടാൻ വെക്കുന്നത്. നിങ്ങൾ എങ്ങനെ ആക്കുന്നത്? അതിൻ്റെ വിസിൽ ഊരുന്നുള്ളതാ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നുള്ളതാ കമൻ്റ് ആക്കാവോ. പിന്നെ അതാ കറീൻ്റെ അവസാനമായിട്ടുള്ള ടച്ചപ്പാണ് ഈ മല്ലിച്ചപ്പ് ഇടാനുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞാൻ മുമ്പൊന്നും ഇട്ടുകൊണ്ടായിട്ടാണ്. പിന്നെ ഇപ്പോൾ വന്ന് പിന്നെ ഞാൻ ഇടുന്നു. പിന്നെ ഇല്ല, എൻ്റെ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് വന്നിന് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ ഇടുമെന്നോ ചോദിച്ചിട്ട്. ഇൻഷാ അല്ലാ ഞാൻ ഒരു ദിവസം ആ വീഡിയോ ഇടാം. പിന്നെ ഇതാ ഫുഡ് ആക്കുന്ന സമയത്ത് ആരും വന്നിട്ട് ഞാൻ ഒരു വരുമെന്ന് വിചാരിച്ചതിന് മുനിയും ഒറാനിയനും എല്ലാം ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ആരും ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി. പിന്നെ ഇതാ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്നേ. അപ്പോഴേക്ക് ഇച്ചാൻ്റെ ഓറും വന്നിനേന്, ബാബിൻ്റെ ഓറെല്ലാം. അങ്ങനെ താ ഞാനും പിള്ളേർക്ക് ഫസ്റ്റ് പാല് കൊടുക്കാൻ വിചാരിച്ച്. അതേ പാലിലേക്ക് തന്നെ ബാക്കിയുള്ള പാലിലേക്ക് ചായ വെക്കാനായിട്ട് ഫസ്റ്റ് ഇതാ ഓർക്ക് 3 ആൾക്കുള്ള പാലെടുക്കുന്നുണ്ട്. പാലാണ് ഗൈസ്. ഇച്ചാൻ്റെ 2 കിടാക്കും എൻ്റെ മോനക്കുമാണ് ഈ പാലെടുക്കുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ പാലിലേക്ക് തന്നെ ഞാൻ ചായ വെച്ച്. മോന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വെപ്പിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഓന് വരുന്നില്ല. പിന്നെ ഞാൻ ചായ തന്നിട്ട് പോലിട്ട് ഞാൻ വന്ന് കുടിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഇതാ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലിട്ട് ഇനി ഞാൻ നേരത്തേക്ക് ഇനിയാവോ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുമ്പളൊക്കെ പോകാനുള്ള ആവശ്യമുണ്ടായി. ഒരു മാരേജ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം എടുക്കാനായിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് കിനി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുറത്ത് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാത്ത എന്തേന്ന്. പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടായി, പക്ഷേ ഇപ്പം ഇനി കുറച്ച് ദിവസമായി
ദിവസങ്ങൾക്ക് ഇനി പുറത്തൊന്നും കഴിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിന്. കാരണം എന്താ പറയുക, മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് 6 മാസം മരുന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 6 മാസവും ഫുഡ് കൺട്രോൾ ആക്കാനും പറഞ്ഞിട്ടുണ്ട്. മധുരം, എണ്ണൻ്റെ, പാല് ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാലൊന്നും ഞാൻ കുടിക്കലില്ല, ചായ മാത്രമാണ് കുടിക്കൽ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഷുഗറിൻ്റെ ഇത് ഞാൻ എത്ര ദിവസം ഒഴിവാക്കി നിൽക്കുമെന്ന് അറിയില്ല. എനിക്ക് മെയിനാണ് ഈ ഷുഗറിൻ്റെ ചോക്ലേറ്റ്, പിന്നെ ഐസ്ക്രീം ഇതൊക്കെ തിന്ന്, കേക്കെല്ലാം തിന്നാൻ എനിക്ക് എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് പാതിരാത്രിക്കൊക്കെയാണ് എനിക്ക് അങ്ങനത്തെ തോന്നൽ. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് മരുന്നെടുക്കുന്നുണ്ട് കൊണ്ട് എനിക്ക് എൻ്റെ തലവേദന മാറിയേ പറ്റും. അത്രക്കും സഹിക്കാൻ പറ്റുന്നതിനോടും അപ്പുറമായിട്ടുണ്ട് തലവേദന. അതിനെക്കൊണ്ട് എനിക്ക് മാറ്റണം എന്നുള്ളത് ഉണ്ടോക്കൊണ്ട് ഞാൻ ശ്രമിക്കും. അങ്ങനത്തെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് അമ്മ നേരെ പോകാണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ അമ്മ ഫാൻസി എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഫാൻസിൻ്റെ പീടിയ ബന്ദ്. ഇവിടെ കുമ്പളയിൽ അങ്ങനെ പെട്ടെന്നാണ് ഇവിടെല്ലാം ബന്ധാക്കുന്നത്. 9-9:30 മണിയാകുമ്പോൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ബന്ധാക്കിയിട്ടുണ്ടാകും. എവിടെയെങ്കിലും 1-2 മറ്റോ തുറന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തൊപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് കയറി. അങ്ങനെ പിന്നെ ആടുന്ന ഓനക്ക് ഇഷ്ടപ്പെട്ട തൊപ്പി എടുത്തിട്ട് നമ്മൾ നേരെ പോയി. പിന്നെ ഓനിക്കില്ലേ മഫിന് ഇത് കണ്ട ഓനക്കിത് ഇഷ്ടം, ഇത് വേണ്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ ഈ സംഭവം ജോളം വേങ്ങുന്നുണ്ട്. അങ്ങനെ ഓനക്കാടുന്നതെല്ലാം മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ബേക്കറിക്ക് വിട്ട്. പിന്നെ ബേക്കറിക്ക് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് എസിക്കാൻ മീൻസ് ചമ്മൽ. അപ്പോൾ ഞാൻ എന്താക്കുന്ന വീഡിയോ തായാക്കിയിട്ടാണ് ഫോൺ പിടിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന എന്തെങ്കിലും ഇല്ലേ ഷുഗർ കട്ടാക്കാൻ പ്ലാനിങ്ങിലുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് മുമ്പ് ലഡുവും പിന്നെ ഗുലാബ് ജാമ് അങ്ങനത്തെ എല്ലാം മേങ്ങ അങ്ങനെ അതെല്ലാം മേടിച്ച് ഞാൻ നേരെ പരക്കെ വിട്ട് കഴിച്ചു. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത്.